ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഷണ്ടൊക്കെ അല്ല കുറച്ച് തോനെ ഉറങ്ങിനു. അതിനോണ്ട് എണീക്കാൻ നേരം വൈകി പോയോണ്ട് ഞാൻ അറിയാണ്ട് കുറച്ച് മൂത്ത് വെച്ചു പോയി. ഇനി ഇപ്പൊ ഉമ്മച്ചിനോട് എന്താ പറയാന്നറിയില്ല. ഉമ്മച്ചി അറിയുന്നവരെ ഷെയ്ഫാണ്. എങ്ങാനും എന്നെ ഇപ്പൊ എടുക്കാൻ വന്നാലാണ് കുടുങ്ങ. ഒച്ചക്കാട്ടിട്ട് വരുമ്പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യ പച്ചോനെ. കുപ്പായം കൊണ്ട് ഒന്നായിട്ട് മൂടി അങ്ങ് ഒളിച്ചു നിന്നാലോ. അടി കിട്ടുമ്പോ ഇങ്ങനെ കാലം തടുത്ത് വെക്കാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമല്ല. പാവത്തിന്റെ മാതിരി മിണ്ടാണ്ട് കുറച്ച് കെടുക്കാം. കുറച്ചായി അങ്ങ് പൊയ്ക്കോളായിരിക്കും. മമ്മ എന്നിട്ട് വന്ന് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി. ഇതൊക്കെ ഞാൻ എറിഞ്ഞ് മൂത്രയിച്ചാണ് വിചാരിക്കേണ്ടത്. അതൊക്കെ എല്ലാ തൽക്കാണല്ലോ കൂടി. അങ്ങനെ ഞാൻ കേൾക്കുമ്പോഴാണ് ദീദിന്റെ ഒരു കൊറിയർ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ ഞാൻ പോയി അതൊക്കെ വാങ്ങി വന്ന് ഇനി അതൊന്ന് അൺബോഷ് ചെയ്യണം. ഇതെന്താണ് നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഓപ്പൺ ആക്കി നോക്കിയപ്പോ ഒരു ബാഗ്. ഞാനിട്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ ദീദിക്ക് തന്നെ കൊടുത്തു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിക്ക്. ഉമ്മച്ചി പിന്നെ ചീത്ത അറിയാൻ വരാ വിചാരിച്ചെന്നെ വിളിച്ചെന്നായിരുന്നു. പക്ഷെ മമ്മ എല്ലാം റെഡിയാക്കി അതിനോട് പ്രശ്നമല്ല പറഞ്ഞു. അപ്പൊ ഒരു സമാധാനമായി. മക്കളെ പോയമ്മച്ച് ചീത്തായി വിചാരിച്ചിട്ട് ഞാനാണെ പോയിട്ടില്ലേനും. കുഞ്ഞിപ്പള്ളാണ് വിശന്നിട്ടൊരു ഒഴിവില്ലാനും. 10 അതെങ്കിലും ഒന്ന് തിന്നിട്ട് മനുഷ്യൻ. അമ്മ ഒന്ന് ചമ്മയ്ക്ക് വിശന്നിട്ടാണ് എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാൻ ആരും വീട്ടിൽ ചെയ്യരുത്. അമ്മ പിടിച്ച് വാങ്ങിയാൽ കാര്യമുണ്ട്. ഇതെന്തോ ശരിയാണ്. എരിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടേന്ന് മനസ്സിലാവുന്നില്ല പഠിച്ചോനെ. മമ്മ ഇതെങ്ങനെ ഇങ്ങനെ വാരി തിന്നേ പഠിച്ചോനെ. എരിഞ്ഞിട്ട് ചെയ്യേണ്ടേന്ന് ഓർമ്മയില്ല. അപ്പിടാൻ കിട്ടും പോലൊക്കെ തോന്നുകയും ചെയ്യുന്നു. അമ്മ അത്യാവശ്യം ചായങ്കിലും എനിക്ക് കുടിച്ചാൽ ഇങ്ങോട്ട് തന്നൂട്. ഫീൽഡിൽ ഇങ്ങോട്ട് തന്നൂട്. അത് കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മളേറ്റവും ഫുഡല്ല മമ്മമാർ തിന്ന. അതുകൊണ്ട് ആരും തന്നെ അത് വാരി തിന്നാൻ നോക്കരുത്. എനിക്ക് വെള്ളം കുടിച്ചിട്ട് മതിയായില്ല. അത്രയ്ക്ക് ഏരിയായിപ്പോയി. അമ്മ ഫുഡാക്കി തരുന്നവരെ ഞാൻ കുറച്ചുകൂടെ കിടന്ന് കളിക്കാൻ വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുഡിന് കാത്തുനിന്ന് ഒങ്ങിപ്പോയതാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു. അച്ഛനെ ഞാൻ വലുതായി എന്തൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പോകേണ്ട മരീൻ്റെ മാതിരി എന്തൊക്കെ വർക്കുകളൊക്കെ ഉണ്ടാവും. ആകൂല വേഗം ഒന്ന് വലുതാവാണ്ട് നിന്നാ മതിയായിരുന്നു. ഇതാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരുങ്ങിയും കെടുക്കൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഉമ്മച്ചിൻ്റെ അമ്പലിമാമന്റെ മാതിരി ഒരു സാധനം തിന്നുന്നു. മമ്മാണ് രാവിലെ തൊട്ട് ഇതുവരെ ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല. വിശന്നിട്ടൊരു ഒഴിവുമില്ല. ഇങ്ങനെ വന്ന് പിടിച്ച് വാങ്ങി തിന്നോക്കിട്ടാണെങ്കിൽ മനുഷ്യന് കഴിക്കാനും പറ്റുന്നില്ല, തിന്നാനും പറ്റുന്നില്ല. എന്തൊരു കഷ്ടാണ്. അങ്ങനെ രാവിലെ തൊട്ട് കാത്തുന്ന ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മനുഷ്യനൊരു ഫുഡ് കിട്ടി. അങ്ങനെ ഇപ്പോഴൊരു സമാധാനമായത്. രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും തന്നില്ല എന്ന് മമ്മ സ്വന്തമൊക്കെ തിന്നല്ലാണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചെന്നെ കുളിച്ച് സുന്ദരായി ഉറങ്ങുമ്പോൾ മതിയെ കാണരുതേ എന്നാണ് വിചാരിച്ചാല്. കണ്ട അപ്പം ഞാൻ എണീപ്പിക്കും. കണ്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ചുറങ്ങിയപ്പോഴേക്കും വന്നോണ്ട്. ഇനി മതി എന്നെ അങ്ങനെ എടുത്ത് കളിച്ച് എന്നെ ശ്വാസം മുട്ടിക്കും. എങ്ങനെയെങ്കിലും നോളെ സ്കൂള് തുറന്നാ മതി. എനിക്കൊരു സമാധാനം കിട്ടേനു. കണ്ടോ ഞാനൊന്ന് കൊഞ്ഞ് കേൾക്കുമ്പോഴേക്കും കൊണ്ടുപോയി കുത്തിരിപ്പിക്കുന്നത്. ഞാനെന്നിട്ടൊന്ന് രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും 2 പല്ല് വന്നുക്കോ നോക്കല. നോക്ക് 2 കടിയെങ്കിലും കൊടുക്കാലോ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ ഇത്ര വലിയ മോളായിട്ട് എനിക്ക് പല്ലും വന്നില്ല. അങ്ങനൊക്കെ ആണെങ്കിൽ പക്ഷെ എനിക്ക് വേറൊരു ഐഡിയയും കൂടി ഉണ്ട് എൻ്റെ അടുത്ത്. നല്ലോണം ഉറക്കനെ അങ്ങ് വിളിക്കും. അപ്പൊ എന്നെ മറിയടുത്ത് കുലുക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എല്ലാം പപ്പനോട് നല്ലോണം അഭിനയിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കും. ഈ മരയ്ക്ക് ചീത്ത കഴിക്കുന്നത് നോക്കിക്കോളാണ്ടിട്ടോ നിങ്ങള്. ഷോളിക്ക് റോഷാപ്പൂക്കെ പറിച്ചെന്നോണ്ട് ഞാൻ പപ്പനോട് ഒന്നും പറയണ്ടോളൂ പാവക്കാണ് പറഞ്ഞു. പിന്നെ ഷുയിപ്പാക്കിയാലോ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ വൈകുന്നേരം ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് മമ്മി പപ്പ എന്നെ കൊണ്ടുപോകാണ്ട് എവിടെയോ പോകുന്നു. പഠിച്ചോ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ. ഇനി പപ്പയും മമ്മിയും വരുന്നവരെ ഇതായിരിക്കും എന്റെ അവസ്ഥ. ഭാഗ്യത്തിന് ദീദി എടുക്കാൻ വന്നു. പക്ഷെ ഒക്കെ ദീദിന് ഒരു പേടിയില്ല. കണ്ടില്ല എന്നെ എടുക്കാൻ സമ്മതിക്കാത്ത. ഞാൻ ദേഷ്യം അടിച്ചിട്ട് മനൊരു കടി കൊടുക്കാനൊക്കെ തോന്നുന്നു. ഓളെ വിചാരം ഞാനോൾ കളിക്കുന്നതോ പാവക്കുട്ടി എങ്ങാനും ആണെന്നാ. എന്റെ ഭാഗ്യത്തിന് ഇന്ന് ഐശുമില്ല. ഐശും കൂടി ആണെങ്കിൽ 2 അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് കീറിക്കാലേനും. അങ്ങനെ അവസാനം അമ്മച്ചി വന്നെ രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 കൂടി കറങ്ങാൻ പോകുക. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമന്റ് ഒക്കെ ഇടണേ. അപ്പൊ ഓക്കെ ബൈ.